സൂപ്പി കളിക്കൂ, പൈസ നേടൂ. ഒരു ദിവസം റമ്മി കളിച്ചാൽ 10,000 രൂപ വരെ. ഈ ഗെയിം കളിച്ച് ഞാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കിയത്രേ. എന്ത് മധുരമനോഹരമായ വാഗ്ദാനങ്ങളാണല്ലേ. പക്ഷേ ചതിയാണത്. ഒരുപാട് പേരുടെ ജീവൻ കളഞ്ഞ പണം പോകുന്ന ഏർപ്പാടാണത്. അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ കണ്ണൊന്നു തുറന്നു പിടിച്ചാൽ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. എന്നിട്ടും ഈ ഓൺലൈൻ ഗാംബ്ലിങ്ങും ബെറ്റിങ്ങുമെല്ലാം തഴച്ചു വളരുക തന്നെയാണ്. ഇവയ്ക്ക് പ്രചാരം നൽകുന്നതിൽ സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനമുള്ളവരുണ്ട് എന്നതാണ് ഏറ്റവും സങ്കടകരം. കഴിഞ്ഞ ദിവസമാണ് ബെറ്റിംഗ് ആപ്പുകളെയും ഗെയിമിംഗ് ആപ്പുകളെയും പ്രൊമോട്ട് ചെയ്ത ചില ജനപ്രിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളെ നമ്മുടെ പോലീസ് പൂട്ടിച്ചത്. ജിയാസ് ജമാൽ എന്ന അഭിഭാഷകൻ നൽകിയ പരാതിയിലായിരുന്നു ഈ നടപടി. വയനാടൻ ബ്ലോഗർ മല്ലു ഫാമിലി സുജിൻ, ഫഷ്മിന സാക്കീർ തുടങ്ങി നിരവധി പേരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളാണ് പൂട്ടിപ്പോയത്. ആപ്പുകളിൽ നിന്ന് പ്രൊമോഷന് വേണ്ടി വൻ തുക വാങ്ങുക, കൈപ്പറ്റിയ ശേഷം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഈ ആപ്പിലൂടെ ഗെയിം കളിച്ചുണ്ടായതാണെന്ന തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിപ്പിക്കുക. ഇതാണ് രീതി. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നതാണ് കാര്യം. നേരത്തെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഇത്തരത്തിൽ ഗാംബ്ലിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നതായി ചൂണ്ടിക്കാട്ടി യെസ് അഭിജിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി രംഗത്ത് വന്നിരുന്നു. അത് വലിയ ചർച്ചയുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഇത്തരം ഇൻഫ്ലുവൻസേഴ്സ് എന്തുതരം കണ്ടന്റുകളെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന്. ആളെ കൊല്ലിക്കുന്ന, പണം പോകുന്ന ഈ ആപ്പുകളെ എന്ത് കണ്ടിട്ടാണ് ഇവർ പൊതുമധ്യത്തിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന്. രാജ്യത്തെ സർക്കാരുകൾ പോലും പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും പലതവണ ഈ ആപ്പുകൾ നിരോധിച്ചിട്ടും കൂടിയാണ് ഈ പ്രൊമോഷൻ എന്നതും കൂടി നിങ്ങൾ ഓർക്കണം. മഹാദേവ് ബെറ്റിംഗ് ആപ്പ് തട്ടിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഓൺലൈൻ ബെറ്റിംഗ് ആപ്പായിരുന്ന മഹാദേവ് ആപ്പ് വഴി കോടികളാണ് സൗരഭ് ചന്ദ്രാകർ, രവി ഉപ്പൽ എന്നിവർ തട്ടിയത്. ഇന്ത്യയിൽ ഓൺലൈൻ ബെറ്റിംഗ് നിരോധിച്ചതോടെ ദുബായിൽ നിന്നായിരുന്നു ഇവരുടെ പ്രവർത്തനം. തിരഞ്ഞെടുപ്പിന്റെ പേരിൽ പോലും ഇവർ ബെറ്റിംഗ് നടത്തിപ്പോന്നിരുന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇത്തരത്തിൽ ബെറ്റ് വെച്ച് എത്ര പേര് ജയിച്ചാലും തോറ്റാലും പണം വന്നു വീഴുക ഈ ഉടമകളുടെ പോക്കറ്റിലേക്കായിരുന്നു. ഇത്തരത്തിൽ സെറ്റ് ചെയ്ത അൽഗോരിതം ഇവരെ കോടീശ്വരന്മാരാക്കി. പക്ഷേ ഒടുവിൽ പിടി വീണു. മഹാദേവ് ബെറ്റിംഗ് ആപ്പിന്റെ ചതിയിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ടവർ അപ്പോഴും അനവധിയായിരുന്നു. സെലിബ്രിറ്റികൾ പോലും ഇത്തരം ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. രൺബീർ കപൂർ, ശ്രദ്ധ കപൂർ, ഹുമ ഖുറേഷി തുടങ്ങി അനവധി പേരെയാണ് മഹാദേവ് ആപ്പ് കേസ് സംബന്ധിച്ച് ഇ ഡി അന്ന് ചോദ്യം ചെയ്തത്. ഫെയർ പ്ലേ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിൻ്റെ പേരിൽ നടി തമന്നയെയും ഒരിക്കൽ ചോദ്യം ചെയ്തിരുന്നു. ഭരണകൂടവും ഇതാദ്യമായല്ല ബെറ്റിംഗ് ആപ്പുകൾക്കെതിരെ മുന്നറിയിപ്പും നടപടിയുമായി രംഗത്ത് വരുന്നത്. 2023 22 ആപ്പുകളെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ നിരോധിച്ചത്. തുടർന്നും പലതവണ മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഇപ്പോഴും നമ്മുടെയൊക്കെ തന്നെ പിന്തുണ കൊണ്ടാണ് ഇവ തഴച്ചു വളരുന്നത്. ബെറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചത് വഴി 80 ലക്ഷം രൂപ കടം കയറി ഒരു കൗമാരക്കാരൻ മരിച്ചതടക്കമുള്ള സംഭവങ്ങൾ ഉള്ളപ്പോഴാണ് ഈ നിയമവിരുദ്ധ പ്രവൃത്തിക്ക് പരസ്യമായ പിന്തുണ ഏറി വരുന്നതെന്നതാണ് രസകരം. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരം. ഇത്തരം സംഭവങ്ങളെപ്പറ്റി ഒന്ന് പഠിച്ച് വേണ്ട മുൻകരുതലുകൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് എടുക്കുന്നില്ല എന്നത് ശരിക്കും പരിതാപകരമാണ്. ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുക എന്നത് വളരെ ന്യൂ നോർമലായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ പോലും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് എന്തുതരം മൂല്യച്യുതിയാണെന്ന് ഇവർ സ്വയം ചിന്തിക്കേണ്ടേ. പുതിയ തലമുറ ഏറ്റവും കൂടുതൽ സമയം ചിലവിടുന്ന ഇൻസ്റ്റാഗ്രാമിനെയാണ് ഇപ്പോൾ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോഷനായി ലക്ഷ്യം വെക്കുന്നത്. അവിടെ നിരവധി കാഴ്ചക്കാരുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇവരെയെല്ലാം തട്ടിപ്പിനിട്ട് കൊടുക്കുകയാണോ വേണ്ടത്?